ചരിത്രം പലപ്പോഴും ചിലരെ തോറ്റവരായിട്ട് രേഖപ്പെടുത്താറുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് അറിയാവുന്നതുമാണ്. എന്നാൽ മലബാറിന്റെ മണ്ണില് സിംഹത്തെ പോലെ ജീവിച്ചൊരു മനുഷ്യനുണ്ട്. 1921 ബ്രിട്ടീഷ് പട്ടാളം തിരൂരങ്ങാടി ജുമാ മസ്ജിദിനെ വളയുന്നുണ്ട്. കീഴടങ്ങിയിട്ടില്ലെങ്കിൽ പള്ളി തകർക്കുമെന്നാണ് അവർ മുന്നിലോട്ട് വെക്കുന്ന ഭീഷണി. എന്നാൽ കൂടെയുള്ള നിരപരാധികളെ ഓർത്ത് ആലി മുസ്ലിയാർ എന്ന വിപ്ലവകാരി ആ തോക്കിൻ മുനകൾക്ക് മുന്നിലേക്ക് നടന്നു വരുന്നുണ്ട്. അവിടെ വെച്ചാണ് ചരിത്രം വഴിമാറുന്നത്. അദ്ദേഹത്തെ കോയമ്പത്തൂർ ജയിലിലേക്ക് മാറ്റുന്നുണ്ട്. അവിടെ വെച്ച് അദ്ദേഹത്തിന് തൂക്കുമരവും സമ്മാനിക്കുന്നുണ്ട്. എന്നാൽ തൂക്കുമരത്തിലേറ്റുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം തന്റെ ആവശ്യം മുന്നിൽ വെക്കുന്നു. എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണം. അദ്ദേഹം സുജൂദിലേക്ക് വീണു. നിമിഷങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം സുജൂദിൽ നിന്ന് എണീക്കുന്നില്ല. ബ്രിട്ടീഷുകാർ അദ്ദേഹം ഭയന്നുപോയി എന്ന് വിചാരിക്കുന്നു. എന്നാൽ അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് അവരുടെ തൂക്കുമരത്തിന് മുന്നിൽ, അവരുടെ സായുധ സേനകൾക്ക് മുന്നിൽ ആലി മുസ്ലിയാർ സന്ധി പ്രാപിക്കില്ല എന്ന സത്യം.